ISSD. ഇനി പഠിക്കാം, ജയിക്കാം, നയിക്കാം. ഇന്നലെ മുതൽക്ക് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കനത്ത മഴയാണല്ലോ. അതിലൊരു ജാഗ്രത പാലിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ആവശ്യമായ നടപടികൾ മുൻകരുതലായിട്ടുള്ളത് ആവശ്യമുണ്ടെങ്കിൽ അവയും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഇതിൻ്റെ ഭാഗമായി അനുഭവിക്കേണ്ടി വരുന്നവരുണ്ടാകും. അവർക്ക് സമാശ്വാസ നടപടികൾ സ്വീകരിക്കുന്നതിനും ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായൊരു പ്രശ്നം കേരളത്തിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന UDFൻ്റെ കമ്മിറ്റി ചേരുകയും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഉയർന്നു വന്ന പ്രശ്നമാണ് PMശ്രീയുമായി ബന്ധപ്പെട്ടത്. ഇവിടെ രാജ്യത്താകെ BJP PMശ്രീ പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ രംഗത്ത് അവരുദ്ദേശിക്കുന്ന കായികവൽക്കരണം നടപ്പാക്കാനാണ് ഉദ്ദേശിച്ചത്. അത്തരമൊരു പദ്ധതി അംഗീകരിക്കാൻ സ്വാഭാവികമായും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവർക്കും കഴിയില്ല. പക്ഷേ രാജ്യത്തിൻ്റെ പ്രത്യേകത കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന ഈ പുത്തൻ വിദ്യാഭ്യാസ നയം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള PMശ്രീ പദ്ധതി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകൾ മുഴുവൻ അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ LDF സർക്കാർ ഈ പുത്തൻ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായുള്ള കായികവൽക്കരണ നടപടിയോട് യോജിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ PMശ്രീ പദ്ധതി നടപ്പാക്കുന്നതിന് LDF സർക്കാർ സന്നദ്ധമായിരുന്നില്ല. ആ PMശ്രീയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റം ഉണ്ടാക്കണമെന്നും LDF ആഗ്രഹിച്ചിരുന്നില്ല. യഥാർത്ഥത്തിൽ MOയുടെ കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അത് PMശ്രീ പദ്ധതി നടപ്പാക്കുന്ന ഭാഗമായിരുന്നില്ല. എന്നാൽ വിദ്യാഭ്യാസ മേഖലയിൽ ലഭിക്കേണ്ട ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാലാകാലമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ട് തടയുന്ന നില വന്നപ്പോൾ ആ രംഗത്തത് റിലീസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് MOU ഒപ്പിടുന്ന നില LDF സർക്കാർ സ്വീകരിച്ചിരുന്നത്. അത് പിന്നീട് എല്ലാ തരത്തിലും വ്യക്തമായി LDF സർക്കാരിൻ്റെ കാലത്ത് PMശ്രീ കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല എന്നത്. UDF വന്ന ഉടനെ UDF ആ ഘട്ടത്തിൽ PMശ്രീ പദ്ധതിക്കെതിരെ അതിശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അത്
ബി ജെ പിയും എൽ ഡി എഫും തമ്മിലുള്ള ഡീലിൻ്റെ ഭാഗമാണ് എന്ന് വരുത്താനാണ് അവർ ശ്രമിച്ചിരുന്നത്. വ്യാപകമായ പ്രചരണം അതിൻ്റെ ഭാഗമായി അഴിച്ചുവിടുകയും ചെയ്തു. കേരളം ജനവിധിയിലൂടെ യു ഡി എഫിൻ്റെ കയ്യിലേക്ക് ഭരണം മാറുന്ന ദിവസം വരെ ഇതേ നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിരുന്നത്. അത് PMC എന്നത് ശക്തമായി എതിർക്കുന്നു. കഠിനമായിട്ട് പരാമർശങ്ങൾ നടത്തിയവരുണ്ട്. അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഞങ്ങൾ വന്നാൽ ഇത് LDF BJP ഡീലിൻ്റെ ഭാഗമാണ് എന്നെല്ലാം നിലപാടെടുത്തവർ ഗവൺമെൻറ് തങ്ങളുടെ കയ്യിലായതോടെ പഴയ നിലപാടുകളിൽ നിന്ന് തീർത്തും തകിടം മറിയുന്ന കാഴ്ചയാണ് കണ്ടത്. അത് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമെല്ലാം പിന്നീട് PMC നടപ്പാക്കുന്നതിൻ്റെ വാദങ്ങൾ അവതരിപ്പിക്കുന്ന നിലയാണ് വന്നത്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തർക്കങ്ങളുണ്ടായി. വിവിധ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ UDFൻ്റേതായ ഔദ്യോഗിക നിലപാട് പുറത്തു വന്നിരുന്നില്ല. അതായത് UDF യോഗം ചേർന്ന് UDFൻ്റെ ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല. ആ യോഗമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അങ്ങനെ PMC പദ്ധതി നടപ്പാക്കുക എന്നതാണ് അവരംഗീകരിച്ച നിലപാട്.